Hi all, welcome to BTech MEDC. ഇന്ന് നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിലെ ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 6 വരുന്ന ഒരു ടോപ്പിക്കാണ് ജൂറീസ് ടെസ്റ്റ്. അതുപോലെ ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റം, അഡ്വാൻസ്ഡ് കൺട്രോൾ സിസ്റ്റം, അതുപോലുള്ള എല്ലാ സബ്ജക്റ്റിനും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 6 നിന്ന് ഒരു 100% ഷുവർ ടോപ്പിക്കാണ് ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് ഷോർട്ട് ആൻസർ ആയിട്ടും നോർമലി എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് ജൂറീസ് സ്റ്റെബിലിറ്റി ടെസ്റ്റ്. അപ്പം അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പറയാം. RH ക്രൈറ്റീരിയ പഠിച്ചായിരുന്നില്ലേ? RH ക്രൈറ്റീരിയ പഠിച്ചായിരുന്നു. അപ്പം RH ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമെയിനിൽ സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അല്ലേ RH ക്രൈറ്റീരിയ. RH ക്രൈറ്റീരിയ എസ് ഡൊമെയിനിൽ സ്റ്റെബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു മെത്തേഡായിരുന്നു. ഇപ്പോൾ ഈ ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഡിജിറ്റൽ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിനാണ് ഡീൽ ചെയ്യുന്നത്. ഡിജിറ്റൽ ഓർ ഡിസ്ക്രീറ്റ് സിസ്റ്റമാണ്. അതിൻ്റെ സ്റ്റെബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റ്. ഇപ്പോൾ RH ക്രൈറ്റീരിയക്കകത്ത് നമുക്കറിയായിരുന്നു അത് എസ് ഡൊമെയിനിലാണ് സ്റ്റെബിലിറ്റി വരുന്നത്. അപ്പോൾ അതിൽ സ്റ്റെബിലിറ്റി കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ S-plane, this is J omega axis and this is real axis. For the system to be stable, all the poles should lie on the left half of S-plane. അതായത് നമ്മളുടെ എസ് ഡൊമെയിനിലെ സ്റ്റെബിലിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? ഓൾ ദ പോൾസ് ഷുഡ് ലൈ ഓൺ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് S-plane. അപ്പോൾ അത് RH ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഒരു RH അറേ ഫോം ചെയ്ത് റൂട്ട്സ് അറേ ഫോം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഫസ്റ്റ് കോളം ഇൻസ്പെക്ട് ചെയ്ത് നമ്പർ ഓഫ് സൈൻ ചേഞ്ചസ്, ഇപ്പം സൈൻ ചേഞ്ചസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഓൾ ദ റൂട്ട്സ് ലൈ ഓൺ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് S-plane ആൻഡ് ഹെൻസ് സിസ്റ്റം ഈസ് സ്റ്റേബിൾ നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ നമ്പർ ഓഫ് സൈൻ ചേഞ്ചസ് മീൻസ് നമ്പർ ഓഫ് റൂട്ട്സ് ലൈങ് ഓൺ ദ റൈറ്റ് ഹാഫ് ഓഫ് S-plane, ഓക്കെ, ആൻഡ് ഹെൻസ് ദ സിസ്റ്റം അൺസ്റ്റേബിൾ. അതായത് RH ക്രൈറ്റീരിയ എസ് ഡൊമെയിനിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞായിരുന്നു. അതുപോലെ ഡിസ്ക്രീറ്റ് സിസ്റ്റം വരുമ്പോഴത്തേക്ക്, ഓക്കെ, അല്ലെങ്കിൽ ഡിജിറ്റൽ സിസ്റ്റം വരുമ്പോഴത്തേക്ക് S-plane പകരം നമ്മൾ Z ഡൊമെയിനാണ്. ഓക്കെ, സ്റ്റെബിലിറ്റി വരുന്നത് Z ഡൊമെയിനിലാണ്. അതുപോലെ സിസ്റ്റം ഫങ്ഷൻസ് HS പകരം നമ്മൾ എഴുതുന്നത് H ഓഫ് Z ആണ്. ലാപ്ലാസ് ട്രാൻസ്ഫോമിന് പകരം വരുന്ന ട്രാൻസ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ Z ട്രാൻസ്ഫോം ആണ്. ഓക്കെ, രണ്ട് ഡൊമെയിൻസ് ഉണ്ട്. ഒന്ന് അനലോഗ് ഡൊമെയിനും സെക്കൻഡ് ഡിജിറ്റൽ ഡൊമെയിനും. അനലോഗ് ഡൊമെയിനിൽ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം അല്ലെങ്കിൽ സിസ്റ്റം ഫംഗ്ഷൻ HS വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ഡിജിറ്റൽ വരുമ്പോഴത്തേക്ക് നമ്മൾ HZ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Z ട്രാൻസ്ഫോം എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡൊമെയിനാണ് Z ഡൊമെയിൻ എന്ന് പറയും. Z ഡൊമെയിനിൽ എന്ത് വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേബിൾ സിസ്റ്റത്തിൽ നമ്മൾ ട്രാൻസ്ഫോം മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ട്രാൻസ്ഫോം മെത്തേഡ് വെച്ചിട്ട് ഇപ്പോൾ ഒരു സ്റ്റേബിൾ സിസ്റ്റം ആണ് S ഡൊമെയിനിലെങ്കിൽ അതിന് Z-ലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പം ഒരു യൂണിറ്റ് സർക്കിളിനകത്താണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്റ്റെബിലിറ്റി വരുന്നത്. യൂണിറ്റ് സർക്കിൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ളതിന് ഇറ്റ് ഷുഡ് ബി മാപ്ഡ് ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ. ഓക്കെ, അങ്ങനെയാണ് Z ഡൊമെയിനിൽ സ്റ്റെബിലിറ്റി വരുന്നത്. എങ്ങനെയാണ്? S ഡൊമെയിൻ്റെ കേസിൽ ഈ J omega ആക്സിസ് ആണ് ഡിസൈഡിങ് ഫാക്ടർ. J omega ആക്സിസിന്റെ ലെഫ്റ്റ് സൈഡിലാണ് പോൾസ് വരുന്നതെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആയിരിക്കും. അത് Z ഡൊമെയിനിൽ വരുമ്പോഴത്തേക്ക് എസിന് പകരം Z ആണ്. എന്ത് വെച്ചാൽ ഈ ലെഫ്റ്റ് ഹാഫിൽ എന്തിലേക്ക് മാപ്പ് ചെയ്യും? ഇറ്റ് ഷുഡ് ബി മാപ്ഡ് ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ. അപ്പോൾ സ്റ്റെബിലിറ്റി കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഓഫ് Z ഡൊമെയിൻ ഓൾ ദ പോൾ ഷുഡ് ലൈ ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആണ്. അതാണ് ഇതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഓൾ ദ പോൾസ് ഷുഡ് ലൈ ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആണ്. അപ്പോൾ എല്ലാ പോൾസും ഈ യൂണിറ്റ് സർക്കിളിന് ഇൻസൈഡ് ആണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. ഏതെങ്കിലും പോള് യൂണിറ്റ് സർക്കിളിന് ഔട്ട്സൈഡ് പോവുകയാണെങ്കിൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആയിരിക്കും. അതാണ് സ്റ്റെബിലിറ്റി കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെസ്റ്റ് യൂസ് ടു ഡിറ്റർമൈൻ വെദർ ദ റൂട്ട്സ് ഓഫ് ദ ക്യാരക്ടർ ഇക്വേഷൻ ലൈ ഇൻ എ യൂണിറ്റ് സർക്കിൾ ഓർ നോട്ട്. അതാണ് അത് വെച്ച് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എന്താണ്? It determines whether the roots of the character equation lie inside the unit circle or not. അപ്പോൾ എല്ലാ റൂട്ട്സും ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ സിസ്റ്റം എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. ഏതെങ്കിലും ഒരു റൂട്ട് ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിൾ പോവുകയാണെങ്കിൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഇതാണ് ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റിനകത്ത് ചെയ്യുന്നത്.
നമുക്ക് RS ക്രൈറ്റീരിയ ആയിട്ടൊന്ന് കോറിലേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ട് അത് ഓർത്ത് വെക്കാനായിട്ട്. RS ക്രൈറ്റീരിയ കേസിൽ എസ് ഡൊമെയിൻ ആയിരുന്നു. എസ് ഡൊമെയിൻ വരുമ്പോഴത്തേക്ക് നമ്മൾ സിസ്റ്റം ഫംഗ്ഷൻ HS വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. HSന്റെ സ്റ്റെബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാരക്സ് ഇക്വേഷൻ എടുക്കുമായിരുന്നു. ക്യാരക്സ് ഇക്വേഷൻ എടുത്തിട്ട് റൂട്ട്സ് അറേ ഫോം ചെയ്യും. റൂട്ട്സ് അറേയിൽ ഫസ്റ്റ് കോളം നമ്മൾ ഇൻസ്പെക്ട് ചെയ്യും. അപ്പോൾ അതിനകത്ത് സൈൻ ചേഞ്ചസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഓൾ ദ റൂട്ട്സ് ലൈ ഓൺ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ, സിസ്റ്റം സ്റ്റേബിൾ ആയിരുന്നു. അപ്പം അതുപോലെ ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിന്റെ കേസിൽ ഈ HS പകരം നമ്മൾ HS വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആ എസ് ഡൊമെയിന് പകരം ഇസഡ് ഡൊമെയിൻ വരും. ഇസഡ് ഡൊമെയിൻ്റെ കേസിൽ സ്റ്റെബിലിറ്റി കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ദ പോൾ ഷുഡ് ലൈ ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ ഫോർ ദ സിസ്റ്റം ടു ബി സ്റ്റേബിൾ. ഇപ്പോൾ ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റ് എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റർമൈൻ വെദർ ദ റൂട്ട്സ് ഓഫ് ദ ക്യാരക്സ് ഇക്വേഷൻ ലൈ ഇൻ യൂണിറ്റ് സർക്കിൾ ഓർ നോട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറഞ്ഞത്. ഇനി ഇതിനകത്ത് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റിനകത്ത് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ നെസസറി കണ്ടീഷനും അതർ വണ്ണ് സഫീഷ്യൻറ്റ് കണ്ടീഷനും. ഒക്കെ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ RS ക്രൈറ്റീരിയ ചെയ്ത പോലൊക്കെ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഈ ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റ് ചോദിക്കാം. ഓക്കെ, അപ്പം അതിനകത്ത് ഇപ്പം എന്താണ് നെസസറി കണ്ടീഷൻ എന്താ, സഫീഷ്യൻറ്റ് കണ്ടീഷൻ എന്താന്നൊക്കെ നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്യും. അത് ചോദിക്കും. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം തരും. ഒരു ഇതുപോലത്തുള്ള ക്യാരക്സ് ഇക്വേഷൻ തരും. ക്യാരക്സ് ഇക്വേഷൻ തന്നിട്ട് ചെക്ക് വെദർ ദ ഫോളോയിങ് സിസ്റ്റം ഈസ് സ്റ്റേബിൾ ഓർ നോട്ട് യൂസിങ് ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റ്. ഓക്കെ, ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റ് യൂസ് ചെയ്ത് തന്നിരിക്കുന്ന സിസ്റ്റം സ്റ്റേബിൾ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ അതിനു മുമ്പായിട്ട് ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റിനകത്ത് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. അതായത് നെസസറി കണ്ടീഷൻസ് ആൻഡ് sufficient conditions. അതിൽ നെസസറി കണ്ടീഷൻ എന്താ, സഫീഷ്യൻറ്റ് കണ്ടീഷൻ എന്താന്ന് ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് നമ്മൾ ഒരു f(z) കൺസിഡർ ചെയ്യാണ്. ഇതെന്ന് വെച്ചാൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പോളിനോമിയലാണ് ഓഫ് എ സാമ്പിൾഡ് ഡാറ്റ കൺട്രോൾ സിസ്റ്റം. ഓക്കെ, നമ്മൾ മറ്റേ എൻ്റെ കേസിൽ ക്യാരക്സ് ഇക്വേഷൻ എഴുതില്ലായിരുന്നോ? ഏതിൻ്റെ കേസിൽ? RS ക്രൈറ്റീരിയയുടെ കേസിൽ നമ്മൾ ക്യാരക്സ് ഇക്വേഷൻ എഴുതായിരുന്നു. അത് എങ്ങനെയായിരുന്നു? x⁴ പ്ലസ് 6x³ പ്ലസ് 2s² പ്ലസ് s പ്ലസ് 1 = 0. ഇത് ക്യാരക്സ് ഇക്വേഷൻ വരുന്നത്. അതുപോലെ ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിന്റെ ക്യാരക്സ് ഇക്വേഷൻ ആണ് Z വെച്ചിട്ടാണ് വരുന്നത്. അവിടെ S പോളിനോമിയലിന് പകരം Z പോളിനോമിയൽ വരുന്നേ ഉള്ളൂ. അപ്പം ദിസ് represents the characteristic polynomial of a sampled data control system. Sampled data control system. ഇപ്പോൾ ഒരു nth ഓർഡർ, ജനറൽ ആയിട്ട് പറഞ്ഞാണ്, ഒരു nth ഓർഡർ സാമ്പിൾഡ് കൺട്രോൾ സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലാണ്. നമ്മളിത് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് നെസസറി കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, നെസസറി കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനകത്ത് നമ്മൾ ഇസഡിന് നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. We will substitute the value of Z is equal to 1. എന്നിട്ട് അതിൻ്റെ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതാണ് ഒരു നെസസറി കണ്ടീഷൻ. ഫസ്റ്റ് നെസസറി കണ്ടീഷൻ ചെയ്യുന്നത് ഈ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനകത്ത് നമ്മൾ ഇസഡിന് 1 കൊടുക്കും. അപ്പോൾ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 ഹോൾ റൈസ് ടു n f(-1) ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. മീൻസ് ഇതിന്റെ കേസിൽ n മീൻസ് വെച്ച് കഴിഞ്ഞാൽ എത്രാമത്തെ ഓർഡർ ആണുള്ളത്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ Z² പ്ലസ് 2z⁵ പ്ലസ് അങ്ങനെയാണെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ എന്തെടുക്കും? ഇവിടെ n എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ആയിരിക്കും. അതാണ് ഈ -1 ഹോൾ റൈസ് ടു n. ഈ n കറസ്പോണ്ട്സ് ടു ഈ എക്സാമ്പിളിൽ 6 ആണ്. അപ്പം -1 ഹോൾ റൈസ് ടു n f(-1) വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഇത് രണ്ടുമാണ് അതിൻ്റെ നെസസറി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. എളുപ്പമാണ്. തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ വരും. അതിനകത്ത് ഫസ്റ്റ് എന്ത് ചെയ്യുക? ഇസഡിന് 1 കൊടുക്കുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വാല്യൂ കിട്ടും. അത് 0യേക്കാളും ഗ്രേറ്റർ ആണോ എന്ന് നോക്കുക. സെക്കൻഡ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 ഹോൾ റൈസ് ടു ഇവിടുത്തെ പവർ ഏതാണെന്ന് നോക്കുക. ഇതിൻ്റെ കേസിൽ -1 ഹോൾ റൈസ് ടു 6 വരും. ഇൻറ്റു ഈ ഇസഡ് എന്ത് കൊടുക്കുക? -1 കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ കേസിൽ Z is equal to -1 കൊടുക്കുക. അതിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഇത് രണ്ടുമാണ് നെസസറി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഉണ്ട്. സഫീഷ്യൻറ്റ് കണ്ടീഷൻ
സഫീഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറേ ഫോം ചെയ്തിട്ടാണ് നമ്മൾ സഫീഷ്യൻറ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ RH ക്രൈറ്റീരിയയുടെ കേസിൽ നമ്മൾ റൂട്ട്സ് അറേ ഫോം ചെയ്തില്ല, അതുപോലെ ഇതിൻ്റെ കേസിൽ ഒരു അറേ ഫോം ചെയ്യും. അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസും കോളംസും കാണും. ആ അറേ ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നത്, അതിൻ്റെ സഫീഷ്യൻറ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ അറേ എങ്ങനെ ഫോം ചെയ്ത് നമുക്ക് നോക്കാം. ഇതിൻ്റെ കേസിൽ ഇപ്പം റോസും കോളംസും കാണും. ഓക്കെ, ഞാൻ റോ എഴുതുകയാണ്. റോ ഇതുപോലെ 1 2 3 4 എന്നുള്ള റോസ് കാണും. അത് എവിടം വരെ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2n-3 വരെയുള്ള റോസ് വരും. സപ്പോസ് ഇതിൻ്റെ കേസിൽ n6 ആണ്. അപ്പോൾ നമുക്ക് എത്ര റോസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × 6 - 3. അപ്പോഴത്തേക്ക് എത്ര റോസ് വേണം, 9 റോസ് വേണം. അപ്പോൾ ഇവിടെ അപ് ടു 9 വരും. എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇതാണ് റോസിൻ്റെ കേസിൽ. ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കണം. 2n-3 റോസ് നമുക്ക് ഫോം ചെയ്യണം. ഓക്കെ, 2n-3 റോസ് വേണം. n കറസ്പോണ്ട്സ് ടു ഓർഡർ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ഇനി ഇതിനകത്ത് ഓരോ എലമെൻസും നമ്മൾ എൻ്റർ ചെയ്യണം. അതിനകത്ത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പോൾ z⁻0, z⁻1, z², ആ രീതിയിലായിരിക്കും നമ്മൾ എന്ത് എഴുതുന്നത്, അതിൻ്റെ കോഎഫിഷ്യൻസ് എഴുതുന്നത്. ഓക്കെ, അതിൻ്റെ കോഎഫിഷ്യൻസ് എഴുതുന്നത് ഈ റൈറ്റ് മോസ്റ്റ് പോയിന്റിൽ നിന്നുള്ള കോഎഫിഷ്യൻ്റ് ആയിട്ട് എഴുതുന്നത്, പവർ ഇസഡിൻ്റെ. ഓക്കെ, ദാറ്റ് ഈസ് z⁻0, z⁻1, z⁻2 അപ് ടു z⁻n. അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എത്ര റോസ് ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത്, 2n-3 റോസ് കാണും. അതിവിടെ റോ നമ്പേഴ്സ് കിട്ടും. ഇനി ഇസഡിൻ്റെ പവർ ഓർത്തോണം, ഇതിവിടെ z⁻0 ആണ്. z⁻0, z⁻1, z² അപ് ടു z⁻n ആണ്. ഇനി നമ്മൾ RH ക്രൈറ്റീരിയ കേസിലും എങ്ങനെയായിരുന്നു, 2 റോസ് നമുക്ക് ഡയറക്റ്റ് കിട്ടുമായിരുന്നു അല്ലേ. അതുപോലെ ഈ ജൂറീസ് ടെസ്റ്റിൻ്റെ കേസിലും നമുക്ക് 2 റോസ് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഫസ്റ്റ് റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ എഴുതി എന്താ, z⁻0, z⁻1, z² അങ്ങനെ എഴുതി. അതിൻ്റെ കോഎഫിഷ്യൻസ് ആയിരിക്കും ഈ ഫസ്റ്റ് റോ എന്ന് പറയുന്നത്. അതായത് z⁻ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ, A0 ആണ്. സോ ഫസ്റ്റ് റോ കോഎഫിഷ്യൻ്റ് വിൽ ബി A0, ദെൻ A1, ദെൻ A2 അപ് ടു AN ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ എഴുതിയത് z⁻0, z⁻1, z⁻2 അപ് ടു Zn ആണ്. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻസ് അങ്ങ് എഴുതുക. ദാറ്റ് വിൽ ബി ദ എലമെന്റ്സ് ഓഫ് ഫസ്റ്റ് റോ. ഇനി സെക്കൻഡ് റോ ഫോം ചെയ്യാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, ഇതിനെ തിരിച്ച് ഇതിൻ്റെ റിവേഴ്സ് ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, സെക്കൻഡ് റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റോയുടെ റിവേഴ്സ്, അതായത് ഈ ലാസ്റ്റ് കിടക്കുന്നത് ഫസ്റ്റിൽ എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത ഇവിടെ n-1 ആയിരിക്കും എഴുതുക. an-1, an-2 അപ് ടു A0 വരും. ഓക്കെ, അങ്ങനെ ആയിരിക്കും നമുക്ക് സെക്കൻഡ് റോ എലമെന്റ്സ് കിട്ടുന്നത്. ഫസ്റ്റ് റോ എലമെന്റ്സ് എങ്ങനെ കിട്ടുന്നത്, ഈ z⁻0, z⁻1, z²ൻ്റെ കോഎഫിഷ്യൻ്റ് അങ്ങ് എഴുതുക. സെക്കൻഡ് റോ കിട്ടാൻ വേണ്ടി ഈ ഫസ്റ്റ് എഴുതിയ എലമെന്റ്സിന്റെ റിവേഴ്സ് എഴുതുക. അതായത് ലാസ്റ്റ് വരുന്ന ഫസ്റ്റ് എഴുതുക, സെക്കൻഡ് ലാസ്റ്റ് വരുന്ന സെക്കൻഡ് എഴുതുക, അങ്ങനെ അപ് ടു ഫസ്റ്റ് വരെ എഴുതുക. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഇവിടെ അടുത്ത കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് B0, B1 അപ് ടു Bn-1 ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിൽ B0 ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. B0 ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ യൂസിങ്, ഇതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിന് മേളത്തെ 2 എലമെന്റ്സ്, ദാറ്റ് ഈസ് A0, AN, അതും ലാസ്റ്റ് എലമെന്റ് AN, A0, അതിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കും. ദാറ്റ് വിൽ ഗീവ് ദ വാല്യൂ ഓഫ് B0. ഓക്കെ, എന്താ ചെയ്തത്, അതായത് ഈ എലമെന്റ് B0ന് മേളിൽ കിടക്കുന്ന ഈ 2 എലമെന്റും ലാസ്റ്റ് കിടക്കുന്ന 2 എലമെന്റും നമ്മൾ അതിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കും. ദാറ്റ് വിൽ ഗീവ് ദ വാല്യൂ ഓഫ് B0. ഓക്കെ, ഇനി അടുത്ത B1ന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി B1 ഈക്വൽ ടു, B1ന്റെ കേസിലും ഇതിൻ്റെ ഈ ഫസ്റ്റ് എലമെന്റ് തന്നെ എടുക്കുന്നത്, അതിന് മാറ്റമൊന്നുമില്ല. ദാറ്റ് ഈസ് A0, AN ആയിരിക്കും. സെക്കൻഡ് വരുന്ന ഇവിടുത്തെ എലമെന്റ് ആയിരിക്കും, സെക്കൻഡ് ലാസ്റ്റ് എലമെന്റ് ആയിരിക്കും. an-1, A1 ആയിരിക്കും. ഓക്കെ, കാരണം ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ A1 ആണ് വരുന്നത്. ഇതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് എന്ന് വെച്ചാൽ an-1 ആണ്. അടുത്ത B2 കിട്ടാൻ എന്ത് ചെയ്യണം, B2 കിട്ടാനും സെയിം തന്നെ ഈ ഫസ്റ്റ് എലമെന്റ് A0, AN, പിന്നെ അടുത്ത എലമെന്റ് ദാറ്റ് ഈസ് an-2, A2, ഇങ്ങനെ പോകും. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ച് ക്ലിയർ ആവും.
ഇപ്പോൾ ജനറലായിട്ട് എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഡിഫിക്കൽട്ട് തോന്നുന്നത്. ഇപ്പം B0 എന്ന് വെച്ച് കഴിഞ്ഞാൽ B0 വാല്യൂസ് ഒബ്റ്റൈൻഡ് ബൈ A0ANും ലാസ്റ്റ് എലമെന്റ് ഡിറ്റർമിനന്റ് എടുക്കുക. അടുത്ത B1 കിട്ടാൻ വേണ്ടി A0ANും സെക്കൻഡ് ലാസ്റ്റ് എലമെന്റ് എടുക്കുക. അടുത്ത ഈ എലമെന്റ് കിട്ടാൻ വേണ്ടി ഈ ഫസ്റ്റ് എലമെന്റും അടുത്ത എലമെന്റ് എടുക്കുക. ഓക്കെ, അങ്ങനെ പോകും. ഇനി അടുത്ത എലമെന്റ്, അതായത് ഫോർത്ത് റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് റോ കഴിഞ്ഞ് സെക്കൻഡ് റോ കിട്ടാൻ എന്താ ചെയ്തത്, അതിനെ റിവേഴ്സ് ആയിട്ട് എഴുതി. അതുപോലെ തന്നെ ആയിരിക്കും ഫോർത്ത് റോ കിട്ടാൻ വേണ്ടി തേർഡ് റോ ഫൈൻഡ് ഔട്ട് ചെയ്തതിന് നമ്മൾ റിവേഴ്സ് ആയിട്ട് എഴുതും. ദാറ്റ് ഈസ് ഈ ലാസ്റ്റ് എലമെന്റ് Bn-1 ഫസ്റ്റിൽ വരും, ദെൻ Bn-2 അപ് ടു B1 B0 വരും. ഓക്കെ, ഇനി അടുത്ത C0 C1 C2 ഫൈൻഡ് ഔട്ട് എന്തായാലും ചെയ്യുന്നത്, ഈ രണ്ട് എലമെന്റ് എടുക്കും, അതും ലാസ്റ്റ് എലമെന്റും ഡിറ്റർമിനന്റ് എടുക്കും. അടുത്ത C1 കിട്ടാൻ വേണ്ടി ഈ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് ലാസ്റ്റ് എലമെന്റും അങ്ങനെ ചെയ്തു പോകും. ഓക്കെ, അങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഈ അറേ ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് സഫിഷ്യന്റ് കണ്ടീഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള അറേ ഫോം ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം, ഇത്രയും കാര്യങ്ങൾ സമ്മറൈസ് ചെയ്യാം. അപ്പോൾ ഇത് ഡിസ്ക്രീറ്റ് കൺട്രോൾ സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റ്. അതിനകത്ത് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്, നെസസറി കണ്ടീഷനും സഫിഷ്യന്റ് കണ്ടീഷനും. അതിൽ നെസസറി കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൽ നമ്മൾ ഇസഡിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ അതിന്റെ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. സെക്കൻഡ് -1 ഹോൾ റേസ് ടു n f ഓഫ് -1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഇത് രണ്ടും ആണ് നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത്. സഫിഷ്യന്റ് കണ്ടീഷൻ ഫോം ചെയ്യാൻ വേണ്ടി ഒരു അറേ ഫോം ചെയ്യണം. അറേ ഫോം ചെയ്യാൻ വേണ്ടി റോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2n-3 റോസ് ഫോം ചെയ്യണം. അതുപോലെ അതിന്റെ ഈ ഇസഡിന്റെ പവർ എഴുതുന്നത് Z0 Z1 Z2 അപ് ടു Zn എഴുതുക. അതിൽ ഫസ്റ്റ് റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ കോഎഫിഷ്യൻസ് A0 A1 A2 അപ് ടു AN എഴുതുക. ഓക്കെ, അത് സെക്കൻഡ് റോ കിട്ടാൻ വേണ്ടി അതിനെ റിവേഴ്സിൽ എഴുതുക. ഓക്കെ, ലാസ്റ്റ് ഫസ്റ്റ് ആയിട്ടും ഫസ്റ്റ് വരുന്നത് ലാസ്റ്റ് ആയിട്ട് റിവേഴ്സിൽ എഴുതുക. ഇനി തേർഡ് റോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം B0 തേർഡ് റോ എങ്കിൽ അതിനകത്ത് അതിന്റെ മേളിൽ വരുന്ന രണ്ട് എലമെന്റ്സും ലാസ്റ്റ് എലമെന്റും ഡിറ്റർമിനന്റ് എടുക്കും. അടുത്ത B1 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഈ ഫസ്റ്റ് എലമെന്റും അടുത്ത സെക്കൻഡ് ലാസ്റ്റ് എലമെന്റും എടുക്കും. അങ്ങനെ പോകും. ഓക്കെ, അപ്പോഴെല്ലാം ഈ B0 B1 B2 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ആ ഫസ്റ്റ് എലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഫസ്റ്റ് എലമെന്റ് തന്നെ ആയിരിക്കും, കോമൺ ആയിരിക്കും. ഇനി B0 B1 അപ് ടു Bn-1 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കിട്ടാൻ വേണ്ടി മതി നമ്മൾ നേരത്തെ ചെയ്ത സെക്കൻഡ് റോ കിട്ടിയ പോലെ തന്നെ തേർഡ് റോയിനെ നമ്മൾ റിവേഴ്സ് എഴുതി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഫോർത്ത് റോ. ഫിഫ്ത്ത് റോ കിട്ടാൻ വേണ്ടി അഗെയിൻ ഈ ലാസ്റ്റ് ഈ C0ന്റെ മുകളിലുള്ള രണ്ട് എലമെന്റ്സ് എടുക്കുക, അതും ലാസ്റ്റും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് C0 കിട്ടും. C1 കിട്ടാൻ വേണ്ടി ഈ രണ്ട് എലമെന്റും സെക്കൻഡ് ലാസ്റ്റ് എലമെന്റും ചെയ്തു പോകുക. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ഇതിന്റെ കേസിൽ ഈ അറേ ഫോം ചെയ്യും. ഇനി ഈ അറേ ഫോം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, അതിന്റെ സഫിഷ്യന്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ RH ക്രൈറ്റീരിയയുടെ കേസിൽ ഇതുപോലെ ആയിരുന്നു, ഒരു അറേ ഫോം ചെയ്തു. അറേ ഫോം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യായിരുന്നു, ഈ ഫസ്റ്റ് കോളം ഓഫ് റൂട്ട്സ് അറേ ചെക്ക് ചെയ്യായിരുന്നു. അതുപോലെ ഇതിന്റെ കേസിൽ നമ്മൾ ഫസ്റ്റ് കോളം ചെക്ക് ചെയ്യുന്നത്, ആ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻസ് എന്ന് വെച്ചാൽ മോഡ് A0 വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ AN, സെക്കൻഡ് B0 വാല്യൂ ഗ്രേറ്റർ ദാൻ Bn-1, തേർഡ് വൺ C0 ഗ്രേറ്റർ ദാൻ മോഡ് Cn-2. ഇത്രയാണ് ചെക്ക് ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് എന്താണ്, മോഡുലസ് ഓഫ് A0. ദിസ് ഈസ് A0, അതിന്റെ മോഡുലസ് വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ മോഡുലസ് വാല്യൂ ഓഫ് AN. ഓക്കെ, മോഡുലസ് വാല്യൂ ഓഫ് A0 ലെസ് ദാൻ മോഡുലസ് വാല്യൂ ഓഫ് AN, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സെക്കൻഡ് റോ എടുക്കത്തില്ല, കാരണം അതെങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത്, അതിന് റിവേഴ്സ് ചെയ്ത് എഴുതി, അപ്പോൾ അതെടുക്കത്തില്ല. പിന്നെ അടുത്ത കണ്ടീഷൻ എടുക്കുന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത B0 വാല്യൂ ആണ്. ഓക്കെ, ഇപ്പൊ മോഡ് B0 വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈ ലാസ്റ്റ് വാല്യൂ ആയിരിക്കണം. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ മോഡ് B0 വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ മോഡ് Bn-1 ആണ്. സിമിലർലി ഈ റോ അനുസരിച്ച് എത്ര റോ ഉണ്ടെന്നനുസരിച്ച് നമ്മൾ ഈ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന കോഎഫിഷ്യൻസിന്റെ വാല്യൂസ് ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. അത് ഈ ഫസ്റ്റ് കോളത്തിന്റെ ഈ വാല്യൂസ് ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. അത് ചെക്ക് ചെയ്യുന്നത് ലാസ്റ്റ് വാല്യൂസുമായിട്ടായിരിക്കും ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഓർത്തോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് എല്ലാം ഗ്രേറ്റർ ദാൻ ആണ് വരുന്നത്. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഈ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ ലെസ് ദാൻ വരുന്നത്. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, നമുക്ക് രണ്ട് നെസസറി കണ്ടീഷനും സഫിഷ്യന്റ് കണ്ടീഷനും ഉണ്ടായിരുന്നു. അതിൽ നെസസറി കണ്ടീഷൻസ് രണ്ടും വരുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്, വാല്യൂ പോസിറ്റീവ് ആയിരിക്കണമെന്നാണ് അല്ലേ. f(1) വാല്യൂ ഷുഡ് ഗ്രേറ്റർ ദാൻ 0,
Similarly, -1 whole raised to n f of -1 value should be greater than 0. ഇനി ഇതുപോലെ അറേ ഫോം ചെയ്തിട്ട് നമ്മൾ സഫീഷ്യൻറ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴും ഈ ഫസ്റ്റ് എലമെൻറ്റ് കണ്ടീഷൻ മാത്രം, ഈ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ A0 വാല്യൂ ലെസ് ദാൻ AN വാല്യൂ വരുന്നത്. എല്ലാം മോഡ്ലെസ് ആണ് എടുക്കുന്നത്. ഈ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ ലെസ് ദാൻ വരുന്നത്. ബാക്കി എല്ലാ കണ്ടീഷനും എന്താണ്? ഇപ്പം B0 വാല്യൂ ഗ്രേറ്റർ ദാൻ BN-1, അതുപോലെ C0 വാല്യൂ ഗ്രേറ്റർ ദാൻ CN-1, അങ്ങനെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ കണ്ടീഷൻസ് വരുന്നത്. ഈ നെസസറി കണ്ടീഷൻസും ഈ സഫീഷ്യൻറ്റ് കണ്ടീഷൻസും ഒബേ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കണ്ടീഷൻസ് ഒബേ ചെയ്യുകയാണെങ്കിൽ തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ എല്ലാ പോൾസും എന്താണ്? ഈ യൂണിറ്റ് സർക്കിളിന് ഇൻസൈഡ് ആണെന്നാണ്. യൂണിറ്റ് സർക്കിളിന് ഇൻസൈഡ് ആണ്. അതാണ് അതിനകത്തുള്ള ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ if the necessary conditions and sufficient conditions are satisfied, this means that all the roots of the characteristic equation, that is poles, lie inside the unit circle and hence the system is stable. ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റൂട്ട്, ഓക്കെ, എത്ര റൂട്ട്സ് ആണെന്ന് നമുക്ക് പറയുന്നില്ല, ഏതെങ്കിലും ഒരു റൂട്ട് എന്തായിരിക്കും? യൂണിറ്റ് സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ആയിരിക്കും. യൂണിറ്റ് സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ആണെങ്കിൽ സിസ്റ്റം എന്തായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ RH ക്രൈറ്റീരിയ പോലെ തന്നെ റിലേറ്റീവ് സ്റ്റെബിലിറ്റി അല്ല, അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി ആണ് ചെക്ക് ചെയ്യുന്നത് ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റ് വെച്ചിട്ട്, വെദർ ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ ഓർ നോട്ട്. ഓക്കെ, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എല്ലാ റൂട്ട്സും എവിടെയാണ്? ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിളാണ്, സിസ്റ്റം സ്റ്റേബിൾ ആണ്. ഓക്കെ, സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റും എക്സ്പ്ലനേഷനും വരുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് ഈ നെസസറി കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. അതിനുശേഷം സഫീഷ്യൻറ്റ് കണ്ടീഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഈ അറേ ഫോം ചെയ്തിട്ട് സഫീഷ്യൻറ്റ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. അതിൽ ഈ ഫസ്റ്റ് കണ്ടീഷൻ മാത്രമേ ലെസ് ദാൻ വരുന്നുള്ളൂ, ബാക്കി എല്ലാ കണ്ടീഷൻസും ഗ്രേറ്റർ ദാൻ ആണ്. ഒരു പ്രോബ്ലം ചെയ്യാം. First one, check the stability of the sampled data control system represented by the characteristic equation. Okay, 5z square minus 2z plus 2 equal to 0. Check the stability ആണ്. Check the stability of the sampled data control system. അതായത് ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റം ആണ്, അതാണ് Z വരുന്നത്. ഓക്കെ, whose characteristic equation തന്നിരിക്കുന്നത്, this is the characteristic equation. Characteristic equation തന്നിട്ടുണ്ട്. Check the stability using Jury's stability test. യൂസിങ് ജൂറി സ്റ്റെബിലിറ്റി എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്, ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. മൊഡ്യൂൾ 6 ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഡിസ്ക്രീറ്റ് സിസ്റ്റം സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റ്. നമുക്ക് ഓൾറെഡി അറിയാം, സ്റ്റെബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പാരാമീറ്റർ ആണ് സിസ്റ്റത്തിൻ്റെ. ഇപ്പോൾ ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റും സ്റ്റെബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഒറ്റ മെത്തേഡ് മാത്രമേ നമുക്ക് ആ മൊഡ്യൂൾ 6 പറയുന്നുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ 100% ഷുവർ ടോപ്പിക്കാണ് ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ചോദിക്കും, അതുപോലെ ഒരു പ്രോബ്ലം മസ്റ്റ് ആയിട്ടും ചോദിക്കും. ഇപ്പം ഇത് തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ്. ഇപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ജൂറീസ് ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് നെസസറി കണ്ടീഷൻ ചെക്ക് ചെയ്യണം. നെസസറി കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് നെസസറി കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് വരുന്ന വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുകയാണ് ഞാൻ. f of z ഈക്വൽ ടു 5z സ്ക്വയർ മൈനസ് 2z പ്ലസ് 2 ഈക്വൽ ടു 0. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യണം? നെസസറി കണ്ടീഷൻസ് നമുക്കറിയാം. നെസസറി കണ്ടീഷൻ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? f of 1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അത് ചെക്ക് ചെയ്ത് നോക്കാം. f of 1 ഇസഡിന് 1 കൊടുക്കുക. സോ എന്ത് കിട്ടും? 5 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് 2 ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ നോക്കിയാൽ 5 മൈനസ് 2 പ്ലസ് 5 കിട്ടും അല്ലേ? ഇത് ക്യാൻസൽ ചെയ്ത് പോകും, 5 കിട്ടും. 5 എന്ന് വെച്ചാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. എന്താ ചെയ്തത്? f of 1 വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഇവിടെ ഇസഡിന് 1 കൊടുത്തപ്പം 5 കിട്ടി, ഗ്രേറ്റർ ദാൻ 0. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനി സെക്കൻഡ് നെസസറി കണ്ടീഷൻ എടുക്കുക. സെക്കൻഡ് നെസസറി കണ്ടീഷൻ എന്തായിരുന്നു? -1 ഹോൾ റേസ് ടു n f of -1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ,
അപ്പോൾ ചെക്ക് ചെയ്യുകയാണ്. -1 ഹോൾ റൈസ് ടു n ഇവിടെ എത്രയാണ്? ഓർഡർ 2 ആണ്. ഓക്കെ, ഹിയർ n ഈക്വൽ ടു 2. -1 ഹോൾ റൈസ് ടു 2 ഇൻറ്റു f ഓഫ് -1 ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെന്ത് വരും? 1 വരും. 1 ഇൻറ്റു f ഓഫ് -1. ഇതിനകത്ത് ഇസഡിന് -1 കൊടുക്കുക. ഇസഡ് ഇസ് ഈക്വൽ ടു -1 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 5 ഇൻറ്റു -1 സ്ക്വയർ -2 ഇൻറ്റു -1 പ്ലസ് 2 കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് വരും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 9 എന്ന് കിട്ടും. 9 ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, ഹിയർ f ഓഫ് 1 വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് -1 whole raised to n f of -1 value greater than 0. So necessary conditions satisfied. Necessary condition satisfied. Necessary condition satisfied. ഇനി നമുക്ക് എന്ത് ചെയ്യണം? Sufficient condition ചെക്ക് ചെയ്യണം. Sufficient condition ചെക്ക് ചെയ്യണം. Sufficient condition ചെക്ക് ചെയ്യണം. സഫിഷ്യൻ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അറേയാണ് ഫോം ചെയ്യുന്നത്. അറേയിൽ 2n-3 റോസ് കാണും. ഓക്കെ, സഫിഷ്യൻ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറേ ആണ്. അതിനകത്ത് 2n-3 റോസ് ഫോം ചെയ്യണം. ഇവിടെ ഇപ്പോൾ എത്ര റോസ് ആയിരിക്കും ഫോം ചെയ്യേണ്ടത്? 2 ഇൻറ്റു n2 ആണ്. 2 - 3 ദാറ്റ് ഈസ് 4 - 3. ഒരു റോ മാത്രം ഫോം ചെയ്താൽ മതി. ഓക്കെ, ഇതിൻ്റെ കേസിൽ ഒരു റോ മാത്രം ഫോം ചെയ്താൽ മതി. അപ്പോൾ ഒരു റോ ഫോം ചെയ്യുന്നത് 1. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയായിരുന്നു എൻ്റെ അറേ വരുന്നത്? ഈ പോർഷൻ z⁻0 z⁻1 ആ രീതിയിലാണ് എഴുതേണ്ടത്. ഓക്കെ, ഇതിൻ്റെ കേസിൽ ഇതാണ് z⁻0, ഇത് z⁻1 z². ആ രീതിയിലാണ് എഴുതേണ്ടത്. ദാറ്റ് ഈസ് z⁻0 z⁻1 z². ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് എലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ കോഎഫിഷ്യൻസ് ആയിരിക്കും അല്ലേ? ഫസ്റ്റ് എലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ z⁻0ന്റെ കോഎഫിഷ്യന്റ്, z1ന്റെ കോഎഫിഷ്യന്റ്, ഓക്കെ, z⁻0ന്റെ കോഎഫിഷ്യന്റ്, z⁻1ന്റെ കോഎഫിഷ്യന്റ്, ആ കോഎഫിഷ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ അതിന്റെ കോഎഫിഷ്യൻസ് എഴുതുക. ഇവിടെ കോഎഫിഷ്യന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 - 2 5. 2 - 2 5. ഓക്കെ, ഇതാണ് അറേ എന്ന് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് ഒരു എലമെന്റ് ഒരു റോയെ വരത്തുള്ളൂ. കാരണം 2n-3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്, ഒരു റോയേ ഉള്ളൂ. അപ്പോൾ അതിന്റെ കണ്ടീഷൻസ് എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഇതിന്റെ കേസിൽ A0 മോഡ് A0 വാല്യൂ അത് മാത്രം എന്തുള്ളായിരുന്നു? ലെസ് ദാൻ വരുന്നത്. ഓക്കെ, മോഡ് A0 വാല്യൂ ലെസ് ദാൻ ഈ ലാസ്റ്റ് വാല്യൂ ആയിരിക്കണം. ഓക്കെ, മോഡ് AN വാല്യൂ ആയിരിക്കണം. ഇവിടെ മോഡ് A0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആണ്, ലെസ് ദാൻ മോഡ് 5 ആണ്. ഓക്കെ, ഇതെന്താണ്? കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ? 2 ലെസ് ദാൻ 5 അല്ലേ? ഓക്കെ, സോ ഹിയർ ദ necessary and sufficient condition satisfied for stability satisfied. The necessary sufficient condition satisfied ആയി. So system എന്തായിരിക്കും? Hence the system is stable. Hence the system is stable. ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഇവിടെ തന്നിരിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആയിരുന്നു, ഒരു ഡിസ്ക്രീറ്റ് കൺട്രോൾ സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആയിരുന്നു. ജൂറീസ് ടെസ്റ്റ് വെച്ചിട്ട് അതിന്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാനാണ് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ് നെസസറി കണ്ടീഷൻ ചെക്ക് ചെയ്യണം. നെസസറി കണ്ടീഷൻസ് ഈ രണ്ടെണ്ണം നെസസറി കണ്ടീഷൻസ്. f of 1 വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. -1 ഹോൾ റൈസ് ടു n f of -1 വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഫസ്റ്റ് നമ്മൾ ഇസഡിന് 1 കൊടുത്തു, അപ്പോഴത്തേക്ക് അതിന്റെ വാല്യൂ 5 വന്നു, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0, സാറ്റിസ്ഫൈ ചെയ്തു. സെക്കൻഡ് -1 ഹോൾ റൈസ് ടു n, ഹിയർ n ഈക്വൽ ടു 2 ആണ്. ഓഫ് f of -1ന്റെ വാല്യൂ 9 കിട്ടി, ഗ്രേറ്റർ ദാൻ 0 ആണ്. രണ്ട് നെസസറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമുക്ക് സഫിഷ്യന്റ് കണ്ടീഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി അറേ ഫോം ചെയ്യണം. അറേ ഫോം ചെയ്യാൻ വേണ്ടി നമ്പർ ഓഫ് റോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2n-3 റോസ് കാണും, വേറെ n ഈക്വൽ ടു ഓർഡർ ആണ്. ഇവിടെ n എന്താണ്? 2 ആണ്. സോ 2 × 2 - 3 ദാറ്റ് ഈസ് 1. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു റോ മാത്രം ഫോം ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് റോ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് റോ ഫോം ചെയ്യാൻ വേണ്ടി ജനറൽ വെച്ച് നോക്കുക. ജനറലായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ Z0 Z1 Z² അങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ അതുപോലെ എഴുതി ഇവിടെ
എന്നിട്ട് അതിൻ്റെ കോഎഫിഷ്യൻസ് താഴെ എഴുതി. ഇവിടെ ഒരു റോയേ ഉള്ളൂ. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ വാല്യൂം കൂടെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ മോഡ് A0 ഷുഡ് ബി ലെസ് ദാൻ AN ആണ്. ഇവിടെ 2 ലെസ് ദാൻ 5 ആണ്. അപ്പോൾ ഇവിടെ ഈ സഫിഷ്യൻ കണ്ടീഷനും ഈ നെസസറി കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് ഓൾ ദ പോൾ ഷുഡ് ലൈ ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആണ്. ഹെൻസ് ദ സിസ്റ്റം സ്റ്റേബിൾ ആണ്. ഇനി സെക്കൻഡ് ഒരു പ്രോബ്ലം ചെയ്യാം. അത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. 8 മാർക്സിന് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. Z³ മൈനസ് 0.2 Z² മൈനസ് 0.25 Z പ്ലസ് 0.05 ഈക്വൽ ടു 0. ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വന്നിരിക്കുകയാണ്. ഡിസ്ക്രീറ്റ് കൺട്രോൾ സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ Z³ മൈനസ് 0.2 Z² മൈനസ് 0.25 Z പ്ലസ് 0.05 ഈക്വൽ ടു 0. Check the stability using jury stability test. Check stability using jury's test. ഇപ്പോൾ ഡിസ്ക്രീറ്റ് കൺട്രോൾ സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി ആണ് ജൂറീസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്ത് ചെയ്യണം? ആദ്യമേ നെസസറി കണ്ടീഷൻ നോക്കുക, സഫിഷ്യൻ കണ്ടീഷൻസ് നോക്കുക. എല്ലാം സാറ്റിസ്ഫൈ ആണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ. ഓക്കെ, ഫസ്റ്റ് നെസസറി കണ്ടീഷൻ എഴുതുക. നെസസറി കണ്ടീഷൻ. ഇപ്പോൾ എക്സാമിന് ഒരു 8 മാർക്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതണം കേട്ടോ. ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതി കണ്ടീഷൻസ് ഒക്കെ ഒന്ന് എഴുതിയിട്ട് ചെയ്യുക. ഒരു 3 മാർക്കോളം അങ്ങനെ ജൂറീസ് ടെസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ തിയറിക്ക് കിട്ടും. ഓക്കെ, അത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അതിനകത്ത് ഈ 2 നെസസറി കണ്ടീഷൻസ്, സഫിഷ്യൻ കണ്ടീഷൻസ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കാം. ഓക്കെ, ഇപ്പോൾ നെസസറി കണ്ടീഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ f(1) വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇസഡിന് ഞാൻ എന്ത് കൊടുക്കുക? 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടി? f(1) കിട്ടും. ഓക്കെ, സോ f(1) ഈക്വൽ ടു എന്ത് വരും പറഞ്ഞേ? 1³ മൈനസ് 0.2 1² മൈനസ് 0.25 ഇൻറ്റു 1 പ്ലസ് 0.05 എന്ന് കിട്ടും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ 0.6 എന്ന് കിട്ടും. ഓക്കെ, 0.6 എന്ന് വെച്ചാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. f(1) വാല്യൂ ഗ്രേറ്റർ ദാൻ 0, ഫസ്റ്റ് കണ്ടീഷൻ. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്തായിരുന്നു? സെക്കൻഡ് നെസസറി കണ്ടീഷൻ -1 ഹോൾ റേസ് ടു n f(-1) വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. സോ -1 ഹോൾ റേസ് ടു ഇവിടെ n എന്ന് വെച്ചാൽ 3 ആണ്. 3. ഇനി f(-1) ഇതിനെല്ലാം -1 കൊടുക്കുക. സോ -1 ഹോൾ ക്യൂബ് മൈനസ് 0.2 -1² മൈനസ് 0.25 ഇൻറ്റു -1 പ്ലസ് 0.05 എന്ന് കിട്ടും. എന്താ ചെയ്തത്? ഇതിൻ്റെ കേസിൽ -1 ഹോൾ റേസ് ടു n, ഹിയർ n ഈക്വൽ ടു 3. സോ -1 ദ ഹോൾ ക്യൂബ് ഹോൾ ഇൻറ്റു എന്ത് വരും? ദിസ്. ഇതിനെല്ലാം ഇസഡ് നമ്മൾ ഇസഡ് ഇസ് ഈക്വൽ ടു -1 കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ f(-1) കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നത് 0.9 ആണ്. അപ്പോൾ 0.9 എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ എന്തായിരുന്നു? -1 ഹോൾ റേസ് ടു n f(-1) ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയി. അതായത് നെസസറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, ഒന്ന് അതിൻ്റെ വാല്യൂ 0.6ഉം സെക്കൻഡ് 0.9ഉം കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് സഫിഷ്യൻ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. സഫിഷ്യൻ കണ്ടീഷൻ ഞാൻ തന്നിരിക്കുന്ന ഇക്വേഷൻ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഒന്നും കൂടി എഴുതുകയാണ്. Z³ മൈനസ് 0 ആണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ഈ സഫിഷ്യൻ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു അറേ ഫോം ചെയ്യും. അപ്പം അതിൽ നമ്പർ ഓഫ് റോസ് എന്തായിരുന്നു ഇക്വേഷൻ? നമ്പർ ഓഫ് റോസ് എന്ന് വെച്ചാൽ 2n മൈനസ് 3 ആയിരുന്നു. ഹിയർ 2 ഇൻറ്റു n എത്ര? 3 ആണ്. -3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 വരും അല്ലെ? 6 മൈനസ് 3 3. ഇവിടെ 3 റോസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ റോ എന്ന് എഴുതുക. റോവിൻ്റെ വാല്യൂ 1 2 3 റോസ്. ഇനി ഇവിടെ എന്താ വരുന്നത്? ഇതിൻ്റെ z റേസ് ടു 0, ദെൻ z റേസ് ടു 1, z റേസ് ടു 2 അപ് ടു z റേസ് ടു 3. അതിൽ ഫസ്റ്റ് റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോഎഫിഷ്യൻസ് എന്നായിരിക്കും വരുന്നത്? z റേസ് ടു 0ൻ്റെ കോഎഫിഷ്യൻറ്റ് 0.05, z റേസ് ടു 1ൻ്റെത് -0.25, z²ൻ്റെത് -0.2, z³ 1. ഫസ്റ്റ് റോ കിട്ടും. സെക്കൻഡ് റോ കിട്ടാൻ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ എഴുതണം. ദാറ്റ് ഈസ് 1 -0.2 -0.25 0.05. അപ്പോൾ നമുക്ക് 2 റോസ് കിട്ടി.
ഇനി എന്ത് ചെയ്യണം? ഈ എലമെന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിന് B0 B1 കൊടുക്കുക. B0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് ഇവിടുത്തെ എലമെന്റ് അല്ലേ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അത് തൊട്ട് മേളിൽ വരുന്ന എലമെന്റ്സ് 0.05 1 ലാസ്റ്റ് എലമെന്റ് 1 0.05 അതിന്റെ ഡിറ്റർമിനന്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇതിന് ഡിറ്റർമിനന്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് -0.9975 കിട്ടും. ഓക്കെ, അതാണ് ഈ B0 വാല്യൂ. ദിസ് വാല്യൂ എവിടെ എഴുതട്ടെ? -0.9975 കിട്ടും. ഇനി സെക്കൻഡ് ഈ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഞാൻ B1 എന്ന് കൊടുത്തു. B1 ഈക്വൽ ടു എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു റോ ഫുൾ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് എലമെന്റ് എന്ന് വെച്ചാൽ ഇത് രണ്ടും ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് 0.05 1 ആയിരിക്കും. അപ്പോൾ ഓൾറെഡി B0 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ഇതെടുത്തു. അടുത്ത എലമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ സെക്കൻഡ് ലാസ്റ്റ് എലമെന്റ്. ഓക്കെ, ഈ രണ്ടെണ്ണം എടുക്കണം. ഈ രണ്ടെണ്ണം ദാറ്റ് ഈസ് -0.2 -0.25 അതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുക. ഓക്കെ, ഇപ്പൊ എങ്ങനെയാണ് എടുത്തത്? ഫസ്റ്റ് ഈ ഒരു എലമെന്റ് കിട്ടാൻ വേണ്ടി അതിന് മേളത്തെ രണ്ട് എലമെന്റ്സ് 0.05 1 ലാസ്റ്റ് എലമെന്റ് എടുത്ത് ഡിറ്റർമിനന്റ് എടുത്ത് വാല്യൂ എടുത്തു. ഇനി ഈ സെക്കൻഡ് എലമെന്റ് കിട്ടാൻ വേണ്ടി ഇത് ഫുൾ ഈ ഒരു റോ ഫുൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് എലമെന്റ് വെച്ച് ഇത് രണ്ടും ആയിരിക്കും. ഓക്കെ, ഇപ്പൊ 0.05 1 ആയിരിക്കും. ഇപ്പൊ നമ്മൾ RH ക്രൈറ്റീരിയയിൽ ഡിവൈഡ് ബൈ ആ വാല്യൂ എടുക്കത്തില്ല, അതുപോലെ ഓർത്താൽ മതി. ഓക്കെ, ഇപ്പൊ ഇതിന്റെ കേസിൽ സെക്കൻഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി 0.05 1 അടുത്ത സെക്കൻഡ് ലാസ്റ്റ് -0.2 -0.25 ആയിരിക്കും. അപ്പൊ അതിന്റെ വാല്യൂ കിട്ടുന്നത് B1ന്റെ വാല്യൂ 0.1875 കിട്ടും. ഈ വാല്യൂ 0.1875 കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ വാല്യൂ കിട്ടണം. ആ വാല്യൂ കിട്ടാൻ വേണ്ടി ദാറ്റ് ഈസ് B2 എന്ന് വെച്ചു. B2 ഈക്വൽ ടു ഞാൻ പറഞ്ഞു ഫസ്റ്റ് എലമെന്റ് എല്ലാം ഇത് സെയിം തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് 0.05 1 ആയിരിക്കും. ഓക്കെ, ഇതിന്റെ 0.05 1 ഇവിടെയും 0.05 1. ഇനി അടുത്ത എന്തായിരിക്കും? ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇതും ലാസ്റ്റ് എടുത്തു, നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇതും സെക്കൻഡ് ലാസ്റ്റ് എടുത്തു. ഇത് ഫൈൻഡ് ഔട്ട് എന്തായിരിക്കും? ഇതും ഈ എലമെന്റുമായിട്ട് എടുക്കുക. ദാറ്റ് ഈസ് 0.25 -0.2. ഓക്കെ, ഇത് ഈ എലമെന്റ് എടുക്കുക. ഫസ്റ്റ് എലമെന്റ് സെയിം തന്നെ, ഈ എലമെന്റ് എടുക്കുക. അതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.24 എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് 0.24 എന്ന് കിട്ടും. ഓക്കെ, ഇത്ര അപ്പൊ എന്ത് കിട്ടി? ഈ ഒരു റോ കിട്ടി. ഇനിയിപ്പോ അടുത്ത എടുക്കാനില്ല, ഈ എലമെന്റ് വരത്തില്ല, കാരണം ഇതും അടുത്ത എലമെന്റായിട്ട് ഇല്ല. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്തു? ഈ റോ ഫോം ചെയ്തിട്ട് നമ്മൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യും. കണ്ടീഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ എല്ലാം ഗ്രേറ്റർ ദാൻ ആണ്, ഒരു എലമെന്റ് മാത്രമേ ലെസ് ദാൻ ആയിട്ടുള്ളൂ. ഓക്കെ, സഫിഷ്യന്റ് കണ്ടീഷനിൽ ഫസ്റ്റ് എലമെന്റ് മാത്രമേ നമ്മൾ ലെസ് ദാൻ കണ്ടീഷൻ എടുക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ഇവിടെ A0 അല്ലേ, മോഡ് A0 ലെസ് ദാൻ മോഡ് ഈ എലമെന്റ് ആയിരിക്കണം. ഓക്കെ, A3 ആയിരിക്കണം. ഇപ്പൊ ഇതിന്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? മോഡ് A0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.05 ലെസ് ദാൻ 1 അല്ലേ, ലെസ് ദാൻ ആണ്. ഇപ്പൊ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ എലമെന്റ് ചെക്ക് ചെയ്യത്തില്ല, കാരണം അത് റിവേഴ്സ് എടുത്ത് എഴുതിയേക്കുവാണ്. ഇനി ഈ B0 എലമെന്റ് നോക്കും. ഓക്കെ, B0 അപ്പൊ മോഡ് B0 ഗ്രേറ്റർ ദാൻ ആണ്. ബാക്കി എല്ലാം ഗ്രേറ്റർ ദാൻ, ഇത് മാത്രമേ ലെസ് ദാൻ വരത്തുള്ളൂ. ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? മോഡ് B2 വാല്യൂ ആയിരിക്കും. ഇതിന്റെ കേസ് നോക്കിക്കേ, ഇത് രണ്ട് എലമെന്റ് നോക്കി മോഡാണ് എടുക്കുന്നത്. മോഡ് എടുക്കുമ്പോഴത്തേക്ക് മോഡ് ഓഫ് -0.9975 ഗ്രേറ്റർ ദാൻ മോഡ് 0.25. ഓക്കെ, അപ്പൊ അതെന്താണ്? മോഡ് നോക്കുമ്പോഴത്തേക്ക് സാറ്റിസ്ഫൈഡ് അല്ലേ, 0.9 ഗ്രേറ്റർ ദാൻ 0.2 അല്ലേ, അപ്പൊ സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയില്ലേ? ഇവിടുത്തെ നെസസറി കണ്ടീഷൻസ് രണ്ടും, അതുപോലെ സഫിഷ്യന്റ് കണ്ടീഷൻസ് A0 ലെസ് ദാൻ A3യും, അതുപോലെ മോഡ് B0 ഗ്രേറ്റർ ദാൻ B2വും. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി, എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയി. സോ സിസ്റ്റം എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഹെൻസ് ദ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ് ആൻഡ് ഹെൻസ് ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ. നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ. ഈ ഒരു പ്രൊസീജിയർ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇതിനകത്ത് വേറെ ടെസ്റ്റ് ചെയ്ത് ചോദിക്കാനൊന്നുമില്ല, ഡയറക്റ്റാണ് ചോദിക്കുന്നത്. സ്ക്വയർട്ടും മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയയാണ് ജൂറി സ്റ്റെബിലിറ്റി ടെസ്റ്റ് ഫ്രം മോഡ്യൂൾ 6. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Z⁴ മൈനസ് 1.7 Z³ പ്ലസ് 1.04 Z² മൈനസ് 0.268 Z പ്ലസ് 0.024. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വന്നിട്ടുണ്ട്.
ജൂറീസ് ടെസ്റ്റ് വെച്ചിട്ട് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ നെസസറി കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് 1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഇവിടെ എഫ് ഓഫ് 1 കണ്ടുപിടിക്കുക. എഫ് ഓഫ് 1 ഈക്വൽ ടു 1⁴ മൈനസ് 1.7 ക്യൂബ് പ്ലസ് 1.04 1 സ്ക്വയർ മൈനസ് 0.268 ഇൻറ്റു 1 പ്ലസ് 0.024. ഓക്കെ, അതിൻ്റെ വാല്യൂ കിട്ടുന്നത് 0.096 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? എഫ് ഓഫ് 1 ഗ്രേറ്റർ ദാൻ 0 ആണ്, 0ക്കാളും ഗ്രേറ്റർ ദാൻ വാല്യൂ ആണ്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്തു. സെക്കൻഡ് കണ്ടീഷൻ നോക്കുക. -1 ഹോൾ റേസ് ടു n എഫ് ഓഫ് -1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഇവിടെ n എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ 4 ആണ്. സോ -1 ഹോൾ റേസ് ടു 4 ഇൻറ്റു എഫിന് ഇസഡിന് -1 കൊടുക്കുക. സോ ഇത് കിട്ടും -1 ഹോൾ റേസ് ടു 4 മൈനസ് 1.7 -1 ഹോൾ ക്യൂബ് പ്ലസ് 1.04 -1 സ്ക്വയർ മൈനസ് 0.268 -1 പ്ലസ് 0.024. അതിൻ്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത്, സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് 4.032 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. ഈ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയില്ലേ? -1 ഹോൾ റേസ് ടു n എഫ് ഓഫ് 0. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. എഫ് ഓഫ് 1 ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, രണ്ടിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇനി നെക്സ്റ്റ് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? അതിൻ്റെ സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സഫിഷ്യൻറ്റ് കണ്ടീഷൻ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഒന്നും കൂടെ എഴുതുക. റേസ് ടു 4 മൈനസ് 1.24 ഈക്വൽ ടു 0. പിന്നെ സഫിഷ്യൻറ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ ആദ്യമേ റോസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ നമുക്കറിയാം 2n-3 റോസാണ് വേണ്ടത്. 2 ഇൻറ്റു ഹിയർ n ഈക്വൽ ടു 4 ആണ്, -3 ദാറ്റ് ഈസ് 8 - 3 5 റോസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. 5 റോസ്. അപ്പോൾ ഇവിടെ 1 2 3 4 5 എന്ന് എഴുതുക റോസ്. നെക്സ്റ്റ് ഇവിടെ എന്താ എഴുതേണ്ടത്? z raised to 0, z raised to 1, z raised to 2, z raised to 3, z raised to 4 ഇതിൻ്റെ കോഎഫിഷ്യൻസ്. z raised to 0ൻ്റെ കോഎഫിഷ്യൻറ്റ് 0.024, അടുത്ത ഇസഡിൻ്റെത് -0.268, 1.04, അടുത്ത -1.7, ഇത് 1. ഈ ഒരു റോ ഈ രീതി കിട്ടും. അടുത്ത സെക്കൻഡ് റോ കിട്ടാൻ റിവേഴ്സ് ഓർഡർ എഴുതുക. ദാറ്റ് ഈസ് 1 -1.7, 1.04, -0.268, 0.024. ഇത് റിവേഴ്സിൽ എഴുതി. 1 -1.7, 1.04, -0.268 റിവേഴ്സിൽ എഴുതി. ഇത് നമുക്ക് ഈ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. B0 എന്ന് വെച്ചാൽ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് പറഞ്ഞത്? ഈ രണ്ട് എലമെന്റ്സ്, ദാറ്റ് ഈസ് 0.024 1 ലാസ്റ്റ് എലമെന്റ് 1 0.024 ഡിറ്റർമിനന്റ് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് -0.994 ആണ് കിട്ടുന്നത്. ഓക്കെ, -0.994 കിട്ടും. ഇനി അടുത്ത B1 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഈ ഫസ്റ്റ് എലമെന്റ് സെയിം തന്നെ, ദാറ്റ് ഈസ് 0.0241 ഈ സെക്കൻഡ് ലാസ്റ്റ് എലമെന്റ് -1.7 -0.268 അതിൻ്റെ ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 1.6936 എന്ന് കിട്ടും. ദിസ് ഈസ് 1.6936 എന്ന് കിട്ടും. ഇനി അടുത്ത B2 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് എലമെന്റ് സെയിം തന്നെ 0.0241 ഏതായിരിക്കും എടുക്കേണ്ടത്? ഈ എലമെന്റ്. ഇത് ലാസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇതെടുത്തു. അപ്പോൾ ഈ എലമെന്റ് ദാറ്റ് ഈസ് 1.04 ഡിറ്റർമിനന്റ് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് -1.015 എന്ന് കിട്ടും. ദാറ്റ് ഈസ് -1.015 എന്ന് കിട്ടും. ഇനി അടുത്ത B3 കണ്ടുപിടിക്കാൻ വേണ്ടി ഏതൊക്കെയായിരിക്കും? ഇപ്പോൾ ഓൾറെഡി ഇവിടെ വരെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഈ വാല്യൂ വരെ എടുത്ത്. ഇനിയും അടുത്ത ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് എലമെന്റ് സെയിം തന്നെ 0.0241 ഈ എലമെന്റ് ആയിരിക്കും. -0.268 -1.7 അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.2272 എന്ന് കിട്ടും. 0.2272 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത എലമെന്റ് എങ്ങനെയായിരിക്കും വരുന്നത് പറഞ്ഞേ? എലമെന്റ് അതിൻ്റെ റിവേഴ്സ് എഴുതിയാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് 0.2272 1.015 1.6936 -0.994 റിവേഴ്സിൽ എഴുതി.
ഇനി അഗെയിൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ എലമെന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ C0 എന്ന് കൊടുത്തു. C0 എന്ന് വെച്ചാൽ എന്തൊക്കെയായിരിക്കും? ഈ രണ്ട് എലമെന്റ്സ്, ദാറ്റ് ഈസ് -0.994ഉം 0.2272ഉം ഈ ലാസ്റ്റ് എലമെന്റ് 0.2272 -0.994 അതിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കുക. ഓക്കെ, അതിൻ്റെ വാല്യൂ കിട്ടുന്നത് 0.9472 എന്ന് കിട്ടും. 0.9472 എന്ന് കിട്ടും. ഇനി ഈ എലമെന്റ് കിട്ടണം. അതിന് C1 എന്ന് കൊടുത്തു. C1 ഈക്വൽ ടു ഈ എലമെന്റ് സെയിം ആയിരിക്കും. ഈ എൻറ്റയർ ഈ ഒരു റോ ഫോം ചെയ്യുമ്പോൾ ഈ എലമെന്റ് സെയിം ആയിരിക്കും. ഫസ്റ്റ് കോളം സെയിം ആയിരിക്കും. ദാറ്റ് 0.994ഉം 0.2272. ഇത് ഓൾറെഡി നമ്മൾ എടുത്തു അല്ലേ? ഇവിടെ എടുത്തു. ഇനി അടുത്ത ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇതായി കൊടുക്കുന്നത്. ദാറ്റ് ഈസ് -1.015 1.9636. അതിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് -1.462 എന്ന് കിട്ടും. ദാറ്റ് ഈസ് -1.462 എന്ന് കിട്ടും. ഇനി എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? നമുക്ക് C2 ഫൈൻഡ് ഔട്ട് ചെയ്യണം. C2 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഈ എലമെന്റ് സെയിം ആയിരിക്കും. -0.994ഉം 0.2272. ഇനി ഈ എലമെന്റ് എടുക്കും. ഓക്കെ, ദാറ്റ് ഈസ് 1.6936ഉം -1.015 അതിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കും. അതിൻ്റെ വാല്യൂ കിട്ടുന്നത് 0.6296 എന്ന് കിട്ടും. അപ്പം നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്തു? ഈ അറേ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഈ അറേ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെക്ക് ചെയ്യും? ഈ കണ്ടീഷൻസ് ചെക്ക് ചെയ്യും. കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നത് ഇതിൻ്റെ കേസ് ഓർക്കേണ്ടത് ഈ എലമെന്റിന്റെ കണ്ടീഷന്, പിന്നെ ഇത് റിവേഴ്സ് എഴുതി അതെടുക്കത്തില്ല. ഇതിൻ്റെ കണ്ടീഷന്, പിന്നെ ഇതിൻ്റെ കണ്ടീഷൻ, ഈ മൂന്ന് കണ്ടീഷൻസ് എടുക്കുന്നത്. അതിൽ ഈ ഫസ്റ്റ് മാത്രമേ ലെസ് ദാൻ വരത്തുള്ളൂ, ബാക്കിയെല്ലാം >0 കണ്ടീഷനാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ കേസിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ് 0.024 ലെസ് ദാൻ 1. ഇപ്പോൾ ലെസ് ദാൻ 1 ആണ്, കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനി ഇതിൻ്റെ കണ്ടീഷൻ നോക്കുക. ദാറ്റ് ഈസ് മോഡ് എടുക്കുന്നത്. സോ 0.997 അത് ഗ്രേറ്റർ ദാൻ ആണ് നോക്കുന്നത് 0.227. കണ്ടോ, ഈ എലമെന്റും ഈ എലമെന്റും കൂടെ മോഡ്ലെസ്സോ ഈ വാല്യൂ ഗ്രേറ്റർ ദാൻ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ കേസിൽ 0.9 ഗ്രേറ്റർ ദാൻ 0.2 ആണ്. ഓക്കെ, അപ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആയി. ഇനി ലാസ്റ്റ് ഈ കണ്ടീഷൻ എടുക്കുക. ഈ കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താ വരുന്നത്? ഇതിൻ്റെ കേസിൽ 0.9472 ഗ്രേറ്റർ ദാൻ 0.6296. ഓക്കെ, ഗ്രേറ്റർ ദാൻ അല്ലേ? ഇത് മാത്രം ലെസ് ദാൻ വരുന്നുള്ളൂ. അത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, ഈ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കേസിൽ നെസസറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, അതുപോലെ സഫീഷ്യൻറ്റ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തു. സോ സിസ്റ്റം എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഈ ഒരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വരുന്നത്. അതിൽ ഈ ഒരു റോ അല്ലെങ്കിൽ ഈ ഒരു മെട്രിക്സ് ഫോം ചെയ്യാൻ അല്ലെങ്കിൽ അറേ ഫോം ചെയ്യാൻ പഠിച്ചോണം. അപ്പോൾ അതിൽ നമ്പർ ഓഫ് റോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2n-3 എന്നുള്ള കാര്യം ഓർക്കണം. അതുപോലെ സെക്കൻഡ് ഓർക്കേണ്ടത് ഇതിനകത്ത് Z0 Z1 അങ്ങനെ എഴുതുന്നത്. ഈ ഫസ്റ്റ് വരുന്നത് അതിൻ്റെ കോഎഫിഷ്യൻസ് ആയിരിക്കും. സെക്കൻഡ് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അത് റിവേഴ്സിൽ ഓർഡർ ചെയ്യുന്നതാണ്. തേർഡ് കോഎഫിഷ്യൻ്റ് നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണെങ്കിൽ ഫസ്റ്റ് ഈ എൻറ്റയർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് എടുക്കുന്നത് ഈ കോളം ആയിരിക്കും. പിന്നെ ഫസ്റ്റും ലാസ്റ്റും, പിന്നെ ഫസ്റ്റും സെക്കൻഡ് ലാസ്റ്റും അങ്ങനെ ചെയ്തായിരിക്കും എലമെന്റ്സ് എടുക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക. കണ്ടീഷൻസ് വരുമ്പോഴത്തേക്ക് ഓർക്കേണ്ട ഒരു കാര്യം എല്ലാം ഗ്രേറ്റർ ദാൻ ആണ്. അതിൽ ഈ ഒറ്റ കണ്ടീഷൻ മാത്രമേ ലെസ് ദാൻ വരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ ബാക്കി എല്ലാം വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എന്നുള്ള വാല്യൂ ആണ്. ഓക്കെ, ഇത്രയാണ്. ഇതിനകത്ത് വേറെ കേസസ് ഒന്നും ഇല്ല. ഡയറക്റ്റ് ഈ രീതിയിലാണ് എക്സാംസിന് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡും പ്രൊസീജിയറും പഠിച്ചു വെച്ചിട്ടാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ എസ്സേന്ന് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കും. താങ്ക് യു. ബിടെക് മെഡിസിൻ.